ഹായ് 2001 മുതൽ 2025 വരെയും 100 പവൻ സ്വർണത്തിൻ്റെ വില ഓരോ 5 വർഷം കൂടുമ്പോഴും എത്ര വച്ചിട്ടാണ് കൂടി വന്നതെന്ന് നമുക്ക് നോക്കാം. 2001-ൽ 1 പവൻ സ്വർണത്തിൻ്റെ ആവറേജ് വിലയുണ്ടായിരുന്നത് 3150 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ 100 പവൻ സ്വർണം വാങ്ങാൻ വേണ്ടിയിരുന്നത് 3,15,000 രൂപയായിരുന്നു. 2005-ൽ 1 പവൻ സ്വർണത്തിൻ്റെ ആവറേജ് വിലയുണ്ടായിരുന്നത് 5,100 രൂപയായിരുന്നു. അങ്ങനെ വരുമ്പോൾ 100 പവൻ സ്വർണം വാങ്ങാൻ വേണ്ടിയിരുന്നത് 5,10,000 രൂപയായിരുന്നു. 2010 എത്തിയപ്പോൾ 2008-ലുണ്ടായ സാമ്പത്തിക മാന്ദ്യം മൂലം സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയർന്ന് 1 പവന് 13,600 എന്ന നിലയിലെത്തി. അങ്ങനെ വന്നപ്പോൾ അന്ന് 100 പവൻ സ്വർണം വാങ്ങാൻ വേണ്ടിയിരുന്നത് 13,60,000 രൂപയായിരുന്നു. 2015 ആയപ്പോൾ സ്വർണ്ണവില ചെറിയ രീതിയിൽ ഉയർന്ന് 1 പവൻ്റെ ആവറേജ് പ്രൈസ് 19,300 രൂപ എത്തി. അങ്ങനെ വന്നപ്പോൾ അന്ന് 100 പവൻ സ്വർണം വാങ്ങാൻ വേണ്ടിയിരുന്നത് 19,30,000 രൂപയായിരുന്നു. അതിനുശേഷം 2020-ലെ പാൻഡമിക് മൂലം സ്വർണ്ണവില കുത്തനെ ഉയർന്ന് അന്നത്തെ ആവറേജ് പ്രൈസ് 1 പവന് ഏകദേശം 36,650 എന്ന നിലയിലെത്തി. അങ്ങനെ വന്നപ്പോൾ അന്ന് 100 പവൻ സ്വർണം വാങ്ങാൻ വേണ്ടിയിരുന്നത് 36,65,000 രൂപയായിരുന്നു. അതിനുശേഷവും സ്വർണ്ണവില ഇരട്ടിയിലധികം കുതിച്ചുയർന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 1 പവന് 71,800 രൂപ എന്ന നിലയിലാണ്. അങ്ങനെ വരുമ്പോൾ 100 പവൻ സ്വർണം വാങ്ങാൻ ഇപ്പോൾ വേണ്ടിവരുന്നത് 71,80,000 രൂപയാണ്. ഇതിൽ നിന്ന് തന്നെ ഗോൾഡ് വളരെ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു ഗുണം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ തീർച്ചയായും പണിക്കൂലി ഇല്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ സ്വർണ്ണം വാങ്ങിക്കാൻ. അതിനായി ഗോൾഡ് കോയിൻ ആയിട്ടോ ഗോൾഡ് ETF ആയിട്ടോ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആയിട്ടോ നിങ്ങൾക്ക് സ്വർണ്ണം വാങ്ങി സൂക്ഷിക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ ഫിനാൻഷ്യൽ ലിറ്ററസി വീഡിയോസിനായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.